വേണ്ടിയല്ല വന്നത് കേട്ടോ. വെള്ളത്തോളിൽ നിന്ന് നേരെ ആനച്ചാൽ പോകുന്ന വഴിക്ക് മനോഹരമായ 2 ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഒന്ന് കുത്തുപാറ എന്ന് പറയും, മറ്റൊന്ന് മുതുവാങ്കുടി എന്ന് പറയും. അപ്പോൾ ഈ 2 ഗ്രാമങ്ങൾ പരിചയപ്പെടാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമിൽ കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഏവർക്കും സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മൾ ഈ കാണുന്ന വഴി നമ്മുടെ രാജക്കാട് വെള്ളത്തൂവൽ റൂട്ടാണ് ഈ കാണുന്ന വഴി കേട്ടോ. ഇതിങ്ങനെ നേരെ ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ കല്ലാറൂട്ടിക്ക് പോകാം. നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് ഇതാണ്. ഇവിടെ നിന്ന് നേരെ ആനച്ചാലാണ്. അപ്പോൾ ആനച്ചാലിൻ്റെ ഇവിടെ നിന്ന് ആനച്ചാൽ വരെയുള്ള യാത്രയിൽ 2 ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഒന്ന് കുത്തുപാറ, മറ്റൊന്ന് നമ്മുടെ മുതുവാങ്കുടി. ആ 2 ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, ഫൈനലി നമ്മളങ്ങനെ കുത്തുപാറ മുതുവാങ്കുടി റൂട്ട് കാണാൻ വേണ്ടി നമ്മളങ്ങനെ യാത്ര ചെയ്യുകയാണ്. വെള്ളത്തോളിൽ നിന്ന് നമ്മൾ കയറി ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ നമുക്കിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ പോലീസ് സ്റ്റേഷനൊക്കെ നമ്മൾ ഈ കടന്നു പോകുന്ന വഴിക്കാണ് കേട്ടോ. റോഡിൻ്റെ വീതി വളരെ കുറവാണ്. വണ്ടികളുടെ ബാഹുല്യം കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ റോഡിന് വീതി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ യാത്ര ചെയ്യുക കേട്ടോ. നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വെള്ളത്തോല് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സ്കൂളിനോട് ചേർന്നുള്ള വളവിൽ നിന്നാൽ നമുക്ക് താഴെയുള്ള വെള്ളത്തൂൽ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വെള്ളത്തൂൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ. എന്നാണെങ്കിലും നല്ല മനോഹരമായിരിക്കുന്ന ഒരു സ്കൂളെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, ഈ കാണുന്ന വളവുണ്ടല്ലോ, ഈ വളവ് അങ്ങോട്ട് തിരിഞ്ഞ് കയറി ചെല്ലുമ്പോഴാണ് ഈ റൂട്ടിലുള്ള ആദ്യത്തെ ഗ്രാമം. ഒരു ചെറിയ കുഞ്ഞ് കവലയാണ് കേട്ടോ. നമുക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഈ കാണുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഹോം സ്റ്റേ റിസോർട്ടേ കണ്ടാണ്. ഹോം സ്റ്റേ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളങ്ങനെ ഫൈനലി ആദ്യത്തെ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. യെസ്, കുത്തുപാറ എന്ന് പറയുന്ന ആ മനോഹര ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രാമം. വളരെ ചെറിയ ഒരു ഗ്രാമമാണ് കേട്ടോ. ഇത് വീഡിയോ ഇത് കുത്തുപാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ചെറിയ ഷോപ്പാണ്. നിങ്ങൾക്ക് ആ ഒരു ഓപ്പോസിറ്റ് കാണുന്ന കടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വൈകുന്നേരമാണ് തുറക്കുള്ളൂ. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു കുരിശുപള്ളി നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ആനച്ചാൽ വെള്ളത്തൂവൽ കൊന്നത്തടി റൂട്ട് ഇതാണ്. അതാണ് ഈ വഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് എന്താണെങ്കിലും ഇവിടെ ഓപ്പോസിറ്റ് ഒന്ന് കിടക്കണം. നമുക്ക് ഈ റോഡ് കൊണ്ട് കയറി പോകുമ്പോണ്ടല്ലോ, ഈ റോഡ് ശല്യാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറി പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ മനോഹരമായ ഒരു പള്ളി നമുക്കവിടെ കാണാൻ പറ്റും. അതിനോട് ചേർന്ന് ചെറിയ കടകളൊക്കെ ഉണ്ട്. ഒരു വാട്ടർ ടാങ്കൊക്കെ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴിയാണ് നമ്മുടെ ആനച്ചാലിൽ നിന്ന് വരുന്നത്. മുതുവാങ്കുടി കഴിഞ്ഞാൽ അടുത്തൊരു ചെറിയ മെയിനായിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് നമ്മുടെ കുത്തുപാറ എന്ന് പറയുന്ന ഈ സ്ഥലം. ഞാനങ്ങനെ ആ റോഡ് വിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ശല്യാമ്പറയ്ക്ക് പോകാവുന്ന വഴിയാണ് കേട്ടോ. നമ്മളിതുവരെ പോയിട്ടില്ല, നമുക്ക് പോകണം. അപ്പം അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഈ പള്ളിയുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ ഈ പള്ളി പണിതിട്ട്. നേരത്തെ കുറച്ചും കൂടെ ടോപ്പിലായിരുന്നു, പക്ഷേ അടിപൊളിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് ആൾ താമസമുള്ളതും കൃഷിയിടങ്ങളുമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതിനകത്തൊക്കെ ധാരാളം വീടുകളുണ്ട്. നമ്മൾ ഇടുക്കിയിൽ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ മലനിരകളാണെന്ന് ഓർത്താലും, പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ നല്ല മനോഹരമായൊരു കട ഉണ്ടോ, റോഡൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇപ്പോഴും അതേ കണ്ടിന്യൂറ്റി നിലനിർത്തുന്ന ഒരു കടയാണ് കേട്ടോ.
കൂട്ടുകാരെ, നമ്മൾ ഫൈനലി കുത്തുപാറ എന്ന് പറയുന്ന ആ മനോഹര ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ മുതുവാങ്കുടി ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. നമ്മൾ നിലവിൽ നിന്ന കുത്തുപാറ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററൊക്കെ ഉള്ളൂ മുതുവാങ്കുടിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ആനച്ചാലാണ് കേട്ടോ. അപ്പോൾ മുതുവാങ്കുടി നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്കൊക്കെ കുറേ കാഴ്ചകളുണ്ട്, ചെറിയ ചെറിയ കാഴ്ചകൾ. അത് നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ കുത്തുപാറയെന്ന് കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ, ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്ത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് താഴെ ഒരു ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റും. ഇത് കുത്തുപാറ ഗ്രാമത്തിലെ ഒരു ടെമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് നോക്കട്ടെ, ഞാൻ കവടം കാണിച്ചു തരാവേ. യെസ്, അപ്പം അതെ, ഇത് കുത്തുപാറ ക്ഷേത്രവും കണ്ട് നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു കാഴ്ചകൾ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പണ്ട് കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിൽ നിന്ന് പോത്തുപാറ കൂടി നേരെ ഇവിടെ വന്ന് ചാടിയിരിക്കുന്ന ഒരു വഴിയുണ്ടല്ലോ, ആ വഴിയുടെ ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളത്തൂല് കൂടിയിട്ട് നേരെ കുഞ്ചിത്തണ്ണി വൈസമ്മാലിയൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ ചാടി പോകാൻ പറ്റും. അങ്ങനെ എളുപ്പമുള്ളൊരു വഴിയാണ്. അപ്പോൾ അതെ, ഈ കാണുന്ന വഴിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ വെയിറ്റ് ഷെഡൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കുഞ്ചിത്തണിക്ക് പോകാനും വളരെ എളുപ്പമാണ് കേട്ടോ, നല്ല വഴിയുമാണ്. അതാണ് അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്ററും കൂടെ ഉള്ളൂ നമ്മൾ കാണാൻ പോകുന്ന മുതുവാങ്കുടിക്ക്. ഇതാണ് മുതുവാങ്കുടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം കേട്ടോ. നമ്മുടെ ആനശാലയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രം മാറിക്കിടക്കുന്ന മനോഹരമായ മുതുവാങ്കുടി ഗ്രാമം. ഈ ഗ്രാമം എന്ന് പറയുന്നത് ശരിക്കും റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും ഒരു കേന്ദ്രമാണ് ഈ മുതുവാങ്കുടി ഗ്രാമം എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ മൂന്നാറുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമമാണ്. ആനച്ചാൽ കഴിഞ്ഞാൽ ആനച്ചാലിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളൂ മുതുവാങ്കുടി ഗ്രാമത്തിലേക്ക്. നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റം വരെ പോയിട്ട് അവിടുന്ന് തിരിച്ച് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. യെസ്, അപ്പോൾ നിങ്ങൾ നോക്കിയേ, അങ്ങേറ്റത്ത് നമ്മുടെ മൂന്നാർ മലനിരകളൊക്കെ ഇങ്ങനെ മഞ്ഞ് കയറി കിടക്കുന്ന കാഴ്ചയൊക്കെ ഈ ക്യാമറയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതാണ് ഈ മുതുവാങ്കുടി ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനോട് ചേർന്നാണ് ചെങ്കുളം ഡാം സ്ഥിതി ചെയ്യണം. എന്നാൽ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഒരു സ്കൂളിൻ്റെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ കവാടമാണ് നിങ്ങൾ കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു ടെമ്പിളും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും കുറച്ച് ക്ലോസപ്പിൽ ഈ കാഴ്ചകളൊന്ന് കാണാനോ. അപ്പോൾ ഈ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ ഇങ്ങോട്ട് കയറി പോയാൽ നേരെ മുകളിൽ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. മൂന്നാർ വരുന്ന ഗസ്റ്റുകളൊക്കെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ആനച്ചാലിൽ നിന്ന് വന്ന മുതുവാങ്കുടി ജംഗ്ഷൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. നമ്മുടെ സ്കൂൾ കഴിഞ്ഞ് അമ്പലവും കഴിഞ്ഞ് ചെറിയ ഹോം സ്റ്റേയുടെ ഷോപ്പും ഉള്ള ഈ ഒരു മേഖലയിൽ നിന്നാണ് നമ്മുടെ മുതുവാങ്കുടി ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഹോം സ്റ്റേകളും അതുപോലെ ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ ഈ മേഖലയിലുണ്ട്. നമുക്കെന്തായാലും മുതുവാങ്കുടിയുടെ മെയിൻ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ട് നമുക്ക് ഈ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം അല്ലേ. എന്താണെങ്കിലും ശക്തമായ ഒരു 3 ദിവസത്തെ മഴയ്ക്ക് ശേഷമാണ് ഞാൻ ഇന്ന് ക്യാമറ എടുത്ത് പോകുന്നത്. ഇവിടെ വരെ എത്ര വരെ വലിയ ശല്യമില്ലായിരുന്നു കേട്ടോ. ഇടവിട്ട മഴയുണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലുമൊക്കെ കടയുടെ തിണ്ണയിലിങ്ങനെ കയറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ വീണ്ടും മഴ പെയ്യാനുള്ളൊരു സാധ്യതയൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഏരിയ അല്ലേ, നമ്മൾ മൂന്നാറിന് പോകുന്ന വഴി. ഹായ് ചേട്ടാ, ഈ മൂന്നാറിന് പോണ വഴിക്ക് നമുക്ക് നോക്കിയാലും നമുക്ക് ധാരാളം ഷോപ്പുകളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള ഒരു ഗ്രാമമാണ്. കാരണം താമസിക്കാനുള്ളതും അതുപോലെ ഫുഡ് കഴിക്കാനുള്ളതും അത്യാവശ്യം ഡെസ്റ്റിനേഷനെല്ലാം കവർ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മുതുവാങ്കുടി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിന് 17 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, ആനച്ചാലിന് 4 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഈ ഗ്രാമത്തിൽ വന്ന് നിങ്ങൾക്ക് താമസിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം. കാരണം നല്ല അടിപൊളിയായിട്ട് താമസിക്കുകയും ചെയ്യാം. തൊട്ടടുത്ത മൂന്നാറിലേക്ക് വെറും 20 മിനിറ്റും കൊണ്ട് എത്തിച്ചേരാനും പറ്റും.
നമ്മൾ ഈ കാണുന്ന കുരിശുപള്ളിയിലെ ഈ കുരിശുപള്ളി നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന കുത്തുപാറ പള്ളിയിലെ ആ പള്ളിയുടെ കുരിശുപള്ളിയാണ് കേട്ടോ ഇതാ. അപ്പം ഈ കുരിശുപള്ളിയുടെ സൈഡിൽ കൂടെ നിങ്ങൾ കാണുന്ന വഴി എന്ന് പറയുന്നത് നേരെ എല്ലക്കല്ലിന് പോകാൻ പറ്റും. മേരിലാൻഡ് എന്ന എല്ലക്കല്ലിന് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ വഴി നമ്മൾ പണ്ട് ആനച്ചാൽ മേരിലാൻഡൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഫോഗ് റിസോർട്ട് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു, അങ്ങോട്ട് കയറി പോവുകയും ചെയ്തു കേട്ടോ. നമ്മുടെ കുരിശുപള്ളിയുടെ സൈഡ് പിടിച്ച് കുറച്ചും കൂടെ ദൂരം ഇങ്ങനെ മുന്നോട്ട് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മേരിലാൻഡ് ചെന്നിട്ട് എല്ലക്കല്ലൊക്കെ നമുക്ക് പോകാമെന്ന്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ. ഇത് ഏലമാണല്ലോ പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ വഴിയുടെ ഇരു സൈഡിലും ധാരാളം റിസോർട്ടുകളാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചിട്ട് ഇവിടെ എന്തോരം റിസോർട്ട് ഹോം സ്റ്റേ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം മൂന്നാറുമായിട്ട് 17 കിലോമീറ്റർ മാത്രമാണ് ഈ മുതുവാങ്കുടിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ റിസോർട്ടും ഹോം സ്റ്റേയും താമസ സൗകര്യങ്ങളും ഒക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ ആ വഴിയുടെ കാഴ്ചകൾ കണ്ടോ, അടിപൊളിയല്ലേ. ഒരു മഴ കഴിഞ്ഞപ്പോൾ ഇവിടെ മുഴുവൻ കോടമഞ്ഞായി കേട്ടോ. അതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. എന്താണെങ്കിലും നമുക്ക് ഇനി മറ്റൊരു വഴിക്കടെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം കേട്ടോ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തോൾ പവർ സ്റ്റേഷനിലേക്ക് പോകുന്ന ടണൽ സൈറ്റിലേക്ക് നമുക്ക് ഇറങ്ങി പോകാം. ഏതാണ്ട് ഒരു 1.5-2 കിലോമീറ്ററൊക്കെ നമ്മൾ പോകണം. നമ്മളതിൻ്റെ ഒരു വീഡിയോ ഈ ഡാം വെള്ളം തുറന്നു വിട്ട് പറ്റിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിലിട്ടേക്കാം. അപ്പോൾ ഇവിടം വരെയാണ് മുതുവാങ്കുടി ടൗൺ ഉള്ളത്. അത് കഴിഞ്ഞാൽ ഈ റൂട്ടിലും കുറച്ച് ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. ആ ഒരു സൈഡിലെ അതാണ് നമ്മുടെ മേരിലാൻഡ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ഏരിയയാണ് അത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്കിത് ഇവിടെ റിസോർട്ടുകളുടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. എന്തുമാത്രം റിസോർട്ട് എന്താ പറയുക, കൂന പോലെയാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനോഹരമായ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കാഴ്ചകൾ? നമ്മൾ കുത്തുപാറയിൽ നിന്ന് തുടങ്ങിയിട്ട് മുതുവാങ്കുടി ഗ്രാമത്തിൽ വന്ന് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടിപൊളിയല്ലായിരുന്നോ? നല്ല മഞ്ഞൊക്കെ കണ്ട് നല്ല മഴയും അതുപോലെ മനോഹരമായ ഒരു ഗ്രാമീണ കാഴ്ചയാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞായിരുന്നല്ലോ മൂന്നാറിലേക്ക് 17 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ ഇവിടെ താമസിക്കാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഈ കൊച്ചു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.